തൃശൂർ പാലക്കാട് ആർഡി ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂരിനെ പൂരലഹരിയിലേക്ക്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പൂരം പന്തലിന് കാൽനാട്ടി. അനിശ്ചിതത്വങ്ങൾക്ക് ഇടം നൽകാത്ത രീതിയിൽ പൂരം നടത്തുമെന്ന ഭാരവാഹികൾ. വടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പോലീസ് പിടിയിൽ. ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പുനർനിർമ്മിക്കുവാൻ അറ്റകുറ്റപ്പണി നടത്താനോ തയ്യാറാകാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പാലക്കാട് ആർഡി ഓഫീസുകളിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തൃശൂർ ആർഡി ഓഫീസിലേക്കാണ് ഇമെയിൽ വഴി സന്ദേശം വന്നത്. റാണ തഹവൂർ എന്ന പേരിലുള്ള വിലാസത്തിൽ നിന്ന് വന്ന മെയിലിൽ തമിഴ്നാട്ടിലെ ADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനം നടത്തും എന്നായിരുന്നു സന്ദേശം. തൃശൂർ അയ്യന്തോളിലെ ആർഡി ഓഫീസ് ബോംബിട്ട് തകർക്കുമെന്നാണ് ആദ്യം ഭീഷണി എത്തിയത്. പുലർച്ചെ 4:30യോടെയാണ് ബോംബ് ഭീഷണി എത്തിയത്. പിന്നാലെ പാലക്കാട് ആർഡി ഓഫീസിലും ഭീഷണി സന്ദേശം ലഭിച്ചു. ഭീഷണി സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കാട്ടാന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കുന്നു. ഒരു ദിവസം 3 ആദിവാസികളാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് കാരണം വനപാലകരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വെറ്റിലപ്പാറ 13-ൽ 300ഓളം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധത്തെ തുടർന്ന് മലക്കേപ്പാറ മേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ 100 കണക്കിന് വാഹനങ്ങൾ കുടുങ്ങി. ഹർത്താൽ പ്രഖ്യാപിച്ചതിനാൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വനംവകുപ്പ് അവധി പ്രഖ്യാപിച്ചു. പോലുള്ള ആൾക്കാരൊക്കെ ഉണർന്നിരുന്ന ആനനെ ഓടിക്കുന്ന പ്രവർത്തനങ്ങളിൽ എപ്പോഴും അപ്പൊ ഏത് സമയം നമ്മൾ നോക്കിയാൽ അവര് ഈ സമരത്തെ മുഴുനീള സമരം ഇവിടെ ഇപ്പൊ നടക്കുന്നത് ബിസിനസ്സുകാരും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അതിരപ്പള്ളി നിലനിൽക്കുന്നത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം മണികണ്ഠനാലിൽ ഒരുക്കുന്ന പൂരം പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. പാറമേക്കാവ് മേൽക്കാവ് മേൽശാന്തി കരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് പന്തലിന്റെ കാൽനാട്ടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, മറ്റു ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കാൽനാട്ട് കർമ്മം. പൂരം വെടിക്കെട്ട് സാധാരണ പോലെ ഇത്തവണ നടക്കുമെന്നും ഫയർ ലൈൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറ്റി ആളുകൾക്ക് 100 മീറ്റർ അകലം പാലിച്ച് പൂരം കാണാനുള്ള സൗകര്യമൊരുക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളോടെയും ഇരു ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ഇന്നു മുതൽ പൂര ലഹരിയിലാണ്. ഇന്ന് കാലത്ത് 9:30-ക്ക് ബ്രഹ്മശ്രീ കരേക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. പണികളിപ്പോൾ ആരംഭിക്കും. എടപ്പാട് നാദം ബൈജു ആണ് ഇതിൻ്റെ കോൺട്രാക്ടർ. ഏതാണ്ട് 100 അടി പൊക്കം ആണ് ഇതിന്. പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂര ലഹരിയിൽ തന്നെയാണ് തൃശ്ശൂർ. അതിപ്പോൾ തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ വേലയ്ക്ക് ചെയ്ത മാതിരി മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട്. ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും. ആകെ 100 മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദേവസ്വങ്ങളും. അപ്പോൾ യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന് മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. 229ാമത്തെ പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ
ആവേശകരമായ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് പാറമേക്കാവിൻ്റെ 100 അടിയിലധികം ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ പന്തലിൻ്റെ കാൽനാട്ടുകർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും അല്ലെങ്കിൽ മുൻകാലത്തേക്കാളും കൂടുതലായിട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പൂരം മുൻപ് ഏത് കൊല്ലത്തേക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ വന്നാൽ മതി. ഏകദേശം 100 അടി ഉയരത്തിലുള്ള ബഹുനില പന്തലാണ് പാറമേക്കാവ് മണികണ്ഠനാലിൽ ഒരുക്കുന്നത്. ഇത്തവണയും പന്തലിൻ്റെയും ലൈറ്റിൻ്റെയും നിർമ്മാണ ചുമതല നാദം ബൈജുവിനാണ്. 25-ാം തീയതി രാവിലെ തിരുവമ്പാടി ദേവസ്വം നടുവിലാലിലും നായ്ക്കനാലിലും ഒരുക്കുന്ന പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നടക്കും. TCV ന്യൂസ്, തൃശ്ശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ ആനകളെ എത്തിച്ചു നൽകാത്തതിനാൽ പൂരം മുടങ്ങിയതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരുടെ അനാസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് തറയ്ക്കൽ പൂരം മുടങ്ങാൻ ഇടയായതെന്നും ഇതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ മാപ്പ് പറഞ്ഞ് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E സതീഷ്, ജോയിന്റ് സെക്രട്ടറി CS രഘുനാഥൻ, ഉത്സവ കമ്മിറ്റി അംഗം T രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ പരിപാടിയുടെ മുന്നോടിയായി ഭക്തജനങ്ങൾ കടലാസ് കോലം ഉയർത്തിപ്പിടിച്ച് പാണ്ടിമേളത്തോടെ പ്രതീകാത്മക എഴുന്നള്ളിപ്പ് നടത്തി. നെട്ടിശ്ശേരി ക്ഷേത്രത്തിൽ അത്തം കൊടിക്കുത്ത് ഉത്സവത്തിന് ആനകളെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ബോർഡ് ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. തൃത്തല്ലൂർ മുളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പത്തനംതിട്ട അടൂർ സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ 40 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപിച്ചുണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് സുഹൃത്ത് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോ അനിൽകുമാറിനെ തള്ളിയിടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇക്കാര്യങ്ങൾ ഷാജു തന്റെ ഉടമയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അനിൽകുമാറിനെ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ ഷാജു ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതായത് ഇത് ഇവിടെ തൃത്തല്ലൂർ മുളു സാറിലാണ് ഹരിശ്രീ ഏജൻസി എന്ന് പറഞ്ഞ ഹോൾസെയിൽ വ്യാപാരത്തിൻ്റെ തൊഴിലാളികൾ കുറച്ച് പേര് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ് സാജൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ആൾ. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ മുടക്ക് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും തുറക്കുകയും ഒപ്പം തന്നെ സപ്ലൈ കഴിഞ്ഞ് അതിനൊരു 8 മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരിക്കാം. ഓഫീസുമായി ബന്ധപ്പെട്ട് 8 മണിയോട് കൂടി എത്തി. അത് കഴിഞ്ഞ് വന്നു. സാജൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ അനിൽ എന്ന് പറയുന്നത്. 3 മാസമായി സാജൻ തന്നെയാണ് ഇവിടേക്ക് അനിലിനെ കൊണ്ടുവന്നത്. രണ്ടാളും അവർ മുകളിലത്തെ ഇതിലാണ് താമസിക്കുന്നത്. താഴെ വേറെ ഹിന്ദിക്കാരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട്. ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചിലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി 19 വയസ്സുള്ള ഷാനുബിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് വെങ്ങാനല്ലൂർ പെരുമ്പാവൂർ വീട്ടിൽ വിപിൻ, പാലേരി വീട്ടിൽ പ്രദീപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ വാക്ക് തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്താനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. കേച്ചേരി, വടക്കാഞ്ചേരി, കുന്നംകുളം, തൃശൂർ എന്നീ 2 സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. ഈ റോഡിലൂടെയുള്ള യാത്ര അത്യന്തം ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്.
സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതിൻ്റെയൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേ 100-100 ചില്ലറ ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാകുലത്ത് ഗാനകേന്ദ്ര കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത് ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികളിൽ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈന്റ് വരിക, വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. അതേമാതിരി നമുക്ക് ജീവിതം അന്നം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLAയ്ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുണ്ട്. 2 സംസ്ഥാന പാതയിൽ ബ്ലോക്ക് വന്നാലും മറ്റു തടസ്സം വന്നാലും വണ്ടികൾ മുഴുവൻ പോകുന്ന റോഡ് ഒരു 8 കൊല്ലത്തിന്റെ മുകളിലായി ഈ ഭാഗം ടാറിങ് കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ അതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഇത് പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ് റോഡ്. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഇത് ഭയങ്കര ദുരിതമാണ്. ഇവിടെ ഇതിന്റെ പുറമെ ഇപ്പൊ 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളിലും സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. റോഡരികിലെ കോൺക്രീറ്റ് കാനുകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം ഒഴുകി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി TCB നേരത്തെയും വാർത്ത നൽകിയിരുന്നു. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി പോലും കൈക്കൊള്ളുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. TCV എരുമപ്പെട്ടി. ദേശീയപാത മണത്തല പള്ളിക്ക് സമീപം മരത്തടികൾ കയറ്റി വന്ന ലോറി മറിഞ്ഞു. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന ലോറി ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മോഹനൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ ഓയിൽ ടാങ്ക് പൊട്ടി റോഡിൽ ഒഴുകിയതോടെ മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. 1 മാസത്തിനിടയിൽ 3ാം തവണയാണ് ഇവിടെ അപകടമുണ്ടാവുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അപായ മുന്നറിയിപ്പില്ലാത്തതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് ആക്ഷേപം. വേലൂർ നടുവിലങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. കാർ ഭാഗികമായി തകരുകയും വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സ്ഥിരം അപകട മേഖലയായ ഇവിടത്തെ വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇവിടെ 10ഓളം അപകടങ്ങൾ ഉണ്ടായതായി പ്രദേശവാസിയായ ജോജു പനക്കൽ പറഞ്ഞു. ഈ പോസ്റ്റ് ഇവിടെ നിരന്തരം അപകടം ഉണ്ടാക്കുകയാണ്. ഇവിടെ വന്ന അധികാരികൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കരുത്, സ്ഥാപിക്കഴിഞ്ഞാൽ അപകടത്തിനുള്ള 100% സാധ്യത ഉണ്ടാകുന്ന സ്ഥലമാണെന്നുള്ള രീതിയിൽ. എന്നാൽ അത് അന്ന് അവർ പറഞ്ഞ് പഞ്ചായത്ത് പെർമിഷൻ വേണം, മറ്റേ പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ അവിടെ തന്നെ സ്ഥാപിച്ച് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ 10ഓളം അപകടങ്ങൾ, അതായത് പല വണ്ടികളുടെയും മിറർ ഗ്ലാസ് അടിച്ചു പോയിട്ടുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പരിസരത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി അപകടങ്ങൾ ഇവിടുന്ന് തൊട്ട് പള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങൾക്ക് വേഗം നിയന്ത്രിക്കാൻ സാധിക്കാതെ ഉണ്ടായി വരുന്നതാണ്. തൊഴിൽ സംവരണം അനുവദിക്കുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CL വിജയൻ, സെക്രട്ടറി TM രാജൻ, AB മനു, PR ജിനേഷ് എന്നിവർ സംസാരിച്ചു. യാത്ര ചെയ്താൽ കുഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകം ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മറ്റ് പരിക്കുകൾ കാണുന്നില്ലെന്നാണ് സൂചന. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. കുട്ടിയെ വെള്ളത്തിൽ 2 തവണ തള്ളിയിട്ട് ശേഷം കയറി വരാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടി താഴ്ത്തി എന്നാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതി ജോജോ കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. 19-കാരനായ കൈതാരത്ത് വീട്ടിൽ ജോജോയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ സംശയിക്കാനും പോലീസ് കസ്റ്റഡിയിലെടുക്കാനും ഇടയാക്കിയത്.
സംസ്ഥാനത്ത് വീണ്ടും കുതിച്ച് സ്വർണ്ണവില. പവന് 760 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 70,520 രൂപയാണ്. ഇതോടെ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 95 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 8,815 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായി 70,000 കടന്ന സ്വർണ്ണവില 2 ദിവസത്തിനുള്ളിൽ താഴ്ന്നെങ്കിലും വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. പഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയിലുള്ളത്. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഒപ്പ് ശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ KU സണ്ണി, CG ജാക്സൺ, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏറെക്കാലമായി 5 വർഷത്തോളമായി ഇപ്പോൾ വളരെ അങ്ങേറ്റം ദുരിതത്തിലാണ് ജനങ്ങൾ ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഈ റോഡ് ABA അതുപോലെ ബെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ക്രഷറുകളാണ് ഇതിവിടെ ടാർ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് വർക്ക് നടത്തിയിരുന്നതും. അത് നിർത്തിപ്പോയതിനു ശേഷം ഈ റോഡിന്റെ സ്ഥിതി എന്താണെന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആഘോഷിക്കുന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് CPM ഭരിക്കുന്ന LDF ഭരിക്കുന്ന ചെപ്പാറയിൽ CPM-ൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട കർഷക കുടുംബം കൃഷിഭൂമിയിൽ നിരാഹാരം തുടങ്ങി. പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നിരുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ അക്രമവും കയ്യേറ്റവും നടത്തി എന്നാരോപിച്ചാണ് വടക്കേടത്ത് ചിറയിൽ ജോസഫിന്റെ കുടുംബം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. കോടതി ഉത്തരവ് പ്രകാരം സംരക്ഷിത വേലി കെട്ടുന്നതിനിടയിൽ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ജോസഫിനെയും കുടുംബത്തെയും കയ്യേറ്റം ചെയ്ത് കാർഷിക ഉപകരണങ്ങൾ നശിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു. വിഷയത്തിൽ പോലീസ് അക്രമകാരികൾക്കെതിരെ നടപടി കൈക്കൊള്ളുന്നില്ലെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചെറിയ കുട്ടികളടക്കം 6 അംഗ കുടുംബമാണ് കൃഷിഭൂമിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. 1 ഏക്കറുണ്ട്. ഇത് കൃഷി ചെയ്യാനുള്ള ഓർഡറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഞങ്ങൾ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ട് 93 ഇത് ഫയലായിട്ടുള്ള LA3-213/93 അതാണ് അതിൻ്റെ ഫയൽ നമ്പർ. അപ്പോൾ ഇവർ ഈ സ്ഥലം കുറച്ച് കുട്ടികൾ കോവിഡിൻ്റെ സമയത്ത് കയറി പന്ത് കളിച്ചു. ആ പന്ത് കളിച്ചപ്പോൾ പിന്നെ അവരുടെ പാർട്ടി അണികൾക്ക് കളിസ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ എഴുതി കയറ്റി. ക്രിമിനൽ കേസാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വനഭൂമി എഴുതി കയറ്റിയത്. അങ്ങനെ എഴുതി കയറ്റിയിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ കൈവശേഖ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഇവർ അത് ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കലാണ് പെസഹ. അന്ത്യ അത്താഴവേളയിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കും. നാളെ രാവിലെ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും വ്യാകുലമാതാ ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും മുഖ്യകാർമ്മികത്വം വഹിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 108 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റീൽ മേശകളും കസാരകളും സൗജന്യമായി നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ON ജയദേവൻ, കൌൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം വ്യാപകമായി പാഴാകുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. മലവട്ടം ഭാഗത്തേക്കുള്ള പൈപ്പാണ് പൊട്ടിയത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിലാണ് അധികൃതരുടെ അനാസ്ഥ മൂലം വെള്ളം പാഴാകുന്നത്. ടാക്സി സ്റ്റാൻഡൊക്കെ മുങ്ങി.
4-5 ദിവസമായി വെള്ളം പൊട്ടി പോകുന്നു. മലവട്ടം ഏരിയയിൽ വെള്ളമില്ല എന്നുള്ള പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടെ ഈ വെള്ളം മലവെള്ളച്ചാട്ടം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ താൽക്കാലികം അടച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇന്നലെ ഉച്ച മുതൽ ഈ പഞ്ചായത്തിന് മുന്നിലുള്ള റോഡിൽ ഉച്ച മുതൽ സായി പൂജ സ്റ്റോറിൻ്റെ മുന്നിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ഉച്ച മുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി പൊതി വിൽപ്പനയിലൂടെ ജീവിതക്ലേശം മറികടക്കാനുള്ള ശ്രമത്തിലാണ് പഴയന്നൂർ സ്വദേശി അഷ്റഫ്. ഹൃദ്രോഗിയായ അഷ്റഫിന്റെ കുടുംബ പ്രതീക്ഷയാണ് പൊതിഞ്ഞ് നീട്ടി നൽകുന്നത്. 47 വയസ്സുള്ള പഴയന്നൂർ പൊറ്റ സ്വദേശി അഷ്റഫാണ് ബിരിയാണി വിൽപ്പനയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. പഴയന്നൂർ തൃശൂർ റോഡിൽ സീഡ് ഫാം മതിലിനോട് ചേർന്നുള്ള തണലിലാണ് അഷ്റഫിന്റെ ബിരിയാണി വിൽപ്പന. ഒരു കൈയിൽ ഒരു പൊതി ബിരിയാണിയും മറുകൈയിൽ വിലവിവര ബോർഡുമായാണ് കച്ചവടം. പഴയന്നൂർ ടൗണിൽ ഏറെക്കാലം ഓട്ടോ ഡ്രൈവറായിരുന്നു അഷ്റഫ്. ഹൃദയ സംബന്ധമായ അസുഖത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് ശാരീരിക അവശതകൾ മൂലം ബിരിയാണിയുമായി വഴിവക്കിലെത്തിയത്. പഴയന്നൂരിലെ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഷ്റഫിനെ ബിരിയാണി വിൽപ്പനയ്ക്കായി കൂടെ നൽകി. ഭാര്യയും 2 പെൺമക്കളുമുള്ള അഷ്റഫിന്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ആശുപത്രി ചെലവ്, ഭവന വായ്പയുടെ തിരിച്ചടവ്, മക്കളുടെ വിദ്യാഭ്യാസം, ജോലി ചെയ്യുവാനുള്ള ആരോഗ്യമില്ലായ്മ ഇതൊക്കെയാണ് അഷ്റഫിനെ വഴിവക്കിൽ എത്തിച്ചിരിക്കുന്നത്. ഭാര്യയും അഷ്റഫും ചേർന്ന് പാകം ചെയ്ത ബിരിയാണിയാണ് വിൽപ്പന നടത്തുന്നത്. അഷ്റഫിൽ നിന്ന് ഒരു പൊതി ബിരിയാണി വാങ്ങുന്നവർ അതിലൂടെ ഒരു കാരുണ്യ പ്രവർത്തിക്ക് കൂടിയാണ് പങ്കാളിയാകുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. പാഞ്ചജന്യം ഭാരതം തൃശീവ പേരൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം ഈ മാസം 27-28 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക, സമൂഹത്തിൽ മൂല്യവിതരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. 27 വൈകിട്ട് 4 നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമിടുന്നത്. 28 രാവിലെ 9:30 ശ്രീ ശങ്കര ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഇന്ത്യ ജനറൽ ഓഫ് അറ്റോർണി ആർ വെങ്കടരാമൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ TS രാമകൃഷ്ണൻ, സ്വാമി നന്ദാത്മജാനന്ദ, ഡോക്ടർ MV നടേശൻ, U പുരുഷോത്തമൻ, TK ഇന്ദിര എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം സനുജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് 3ാം വാർഡ് അംഗം ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN പ്രശാന്ത് മുഖ്യാതിഥിയായി, KK സുമേഷ്, MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. തിരുവല്ലാമല ചീരക്കുഴി ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിൽ ഉഷാപൂജയോടുകൂടിയാണ് മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പറയെടുപ്പ് നടന്നു. വൈകിട്ട് പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും ഗജവീരനോടുകൂടി പഞ്ചവാദ്യം, പൂതൻ, തിറ, കാളവേല, പ്രത്യേക കലാപരിപാടികൾ എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. കൂത്താൻപിള്ളി മോഹനനാണ് വാദ്യ സംവിധാനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് വെടിക്കെട്ടും അരങ്ങേറി. ഡബിൾ താമ്പയ്ക്കും ശേഷം നൃത്തനൃത്യങ്ങളും നടന്നു. ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക, ഫീസ് വർധനവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KACA ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് TR അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ചാവക്കാട് യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രജിത്ത്, ഭാരതീയ അഭിഭാഷക പരിഷത്ത് ചാവക്കാട് യൂണിറ്റ് കൺവീനർ അഡ്വക്കേറ്റ് K നാരായണൻ, KACA സംസ്ഥാന കൌൺസിൽ മെമ്പർ P വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. MDMAയുമായി വിദേശ പൌരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡാൻസാനിയ സ്വദേശി അബ്ദുൾ ഹാമദ് മക്കാമയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. ഈ പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുൾ ഹാമദിനെ പിടികൂടിയത്.
ചെപ്പാറയിൽ സമരം നടത്തുന്ന കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപൻ, DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീരാമകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, ജോഷി കല്ലേയിൽ തുടങ്ങിയവർ സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ പതാക ഉയർത്തി. ശിങ്കാരിമേളം, ദഫ്മുട്ട എന്നീ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 3 പീടിക ടൗണിൽ വിളംബര റാലി നടത്തി. റാലി കയ്പമംഗലം ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗം മൈതാനത്ത് അവസാനിച്ചപ്പോൾ 3 പീടികയിലെ ഓട്ടോ ഡ്രൈവർമാരുമായി ചേർന്ന് സൌഹാർദ്ദ വടംവലി മത്സരം നടത്തി. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,815 രൂപ, പവന് 70,520 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,284 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, പാലക്കാട് ആദ്യ ഓഫീസുകൾക്ക് ബോംബ് ഭീഷണി. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കാട്ടാൻ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വെറ്റിലപ്പാറയിൽ റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ ഇനി പൂര ലഹരിയിലേക്ക്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പൂരം പന്തലിന് കാൽനാട്ടി. അനിശ്ചിതത്വങ്ങൾക്ക് ഇട നൽകാത്ത രീതിയിൽ പൂരം നടത്തുമെന്ന് ഭാരവാഹികൾ. വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ മദ്യലഹരിയിൽ കെട്ടിടത്തിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിൽ സഹപ്രവർത്തകനായ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ പോലീസ് പിടിയിൽ. ചേലക്കരയിൽ യുവാവിന് കുത്തേറ്റു. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പുനർനിർമ്മിക്കാൻ അറ്റകുറ്റപ്പണി നടത്താനോ തയ്യാറാകാതെ അധികൃതർ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.